ഇല്ല. രക്ഷിക്കപ്പെട്ട ഒരാളും രക്ഷിച്ചു പോകുകയില്ല. രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചും വിടുന്നതിനെ കുറിച്ച് പറഞ്ഞേച്ച് അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്, ഒരാളും രക്ഷിച്ചു പോകുകയില്ല. എന്നാൽ രക്ഷിച്ചു പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ടാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അനേക പ്രസംഗങ്ങൾ ചെയ്തതിൽ പ്രസിദ്ധമായ പ്രസംഗമാണ് ഗിരിപ്രഭാഷണം. അത്യാവശ്യം 5, 6, 7 3 അധ്യായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആരോടാണ് പ്രസംഗിക്കുന്നത്? അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? യേശു പുരുഷാരത്തെ കണ്ടാൽ മലമേൽ കയറി യേശു ഇരുന്ന ശേഷം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവരോട് തിരുവായി മൊഴിഞ്ഞ് ഉപദേശിച്ച കാര്യമാണ്. ആരോട്? ശിഷ്യന്മാരോട്. ആരാണ് ശിഷ്യന്മാർ? അന്ന് 2 ഗ്രൂപ്പ് ശിഷ്യന്മാരുണ്ട്. ഒന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരും മറ്റൊന്ന് യേശുവിന്റെ ശിഷ്യന്മാർ. യോഹന്നാന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ആരാണ്? യോഹന്നാൻ സ്നാനപ്പെടുത്തിയവരെയാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ. യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ആരെയാണ്? യേശു സ്നാനപ്പെടുത്തുകയും ചെയ്തു. യോഹന്നാൻ 3:22, 26 വാക്യങ്ങൾ യേശു സ്നാനപ്പെടുത്തി എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4:1 വരുമ്പോൾ യേശു കൂടുതൽ ശിഷ്യന്മാർ വന്നപ്പോൾ യേശു സ്നാനപ്പെടുത്തിയത് ശിഷ്യന്മാരെ കൊണ്ട് സ്നാനപ്പെടുത്തിച്ചു. ഏതായാലും യേശു സ്നാനപ്പെടുത്തുകയും ചെയ്തവരാണ് യേശുവിനെ. ആരെയാണ് യേശു സ്നാനപ്പെടുത്തിയത്? യേശു സ്വന്തത്തിലേക്ക് വന്ന് യഹൂദന്മാരുടെ മധ്യത്തിൽ വന്നു. സ്വന്തമായവരും യേശുവിനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:12. അപ്പോൾ ദൈവം പ്രഖ്യാപിച്ചു, അതാണ് കൃപ എന്ന് പറയുന്നത്, കൃപായുഗം എന്ന് പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതാണ് കൃപ. ജാതി മതവർഗ വന്ന വ്യത്യാസമില്ലാതെ കുടുംബ മഹിമയില്ലാതെ ആർക്കും ഏവർക്കും, അതാണ് കൃപ. കൃപയാരല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക, കൃപയാണ്. അപ്പം അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്ത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളായി തീരുന്ന അവരെ യേശു സ്നാനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതാരാണ്? ശിഷ്യന്മാരെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ മക്കളാണ്. ഇപ്പൊ മക്കളോടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, മക്കളോട് പ്രസംഗിക്കുന്നു എന്ന് പറയാൻ കാരണം ആ പ്രസംഗത്തിൽ തന്നെ പല പ്രാവശ്യം പിതാവും മക്കളും എന്നുള്ള ബന്ധം പറയുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് നിന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവ് പറയും. അപ്പൊ മക്കളോടാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഒരു ഫോർമാറ്റ് കൊടുക്കുക. എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പോൾ അപ്പനും മക്കളുമാണ്. പിന്നീട് നിങ്ങൾ കാണുന്ന 6-ാം അധ്യായം 31, 32, 33 വായിക്കുന്നു. ആകയാൽ നാം എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടുന്നത്. ഈ വകയൊക്കെയും ജാതികളെ അന്വേഷിക്കുക. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു.